ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ലോകം മുഴുവൻ ഒരുപാട് മുന്നോട്ടു പോയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ മാത്രം 5 വർഷം മുൻപ് എവിടെയായിരുന്നോ അവിടെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ പണം സമ്പാദിക്കാൻ പഠിച്ചില്ല. അന്ധമായ പണം സമ്പാദിക്കാൻ നിങ്ങൾ പഠിച്ചില്ല. അന്ധമായ പണം എന്നാൽ എന്താണെന്നറിയാമോ? അതിനായി നിങ്ങൾ രാവും പകലും തല തല്ലിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കുവേണ്ടി പണിയെടുക്കുന്ന പണമാണത്. അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ അടിമയല്ല, മറിച്ച് നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ ഫലമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കൈപ്പേറിയതായി തോന്നാം. അത് നിങ്ങളുടെ ഉള്ളിലെ മടിയെ ചുട്ടരിച്ചേക്കാം, നിങ്ങളെ ഉള്ളിൽ നിന്ന് പിടിച്ചുലച്ചേക്കാം. പക്ഷേ സത്യം കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. കാരണം പണം എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, മറിച്ച് എന്തുകൊണ്ട് ആളുകൾ ദരിദ്രരായി തുടരുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തുകൊണ്ട് 90% ആളുകളും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും വെറും കൈയോടെ ബാക്കിയാകുന്നു. സ്കൂളുകൾ നിങ്ങളോട് പറയാത്ത, മാതാപിതാക്കൾക്കറിയാത്ത, സമൂഹം മനഃപൂർവ്വം മറച്ചുവെച്ച ഏറ്റവും അപകടകരമായ കാര്യം, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും ശ്രമിക്കാത്ത ആ സത്യം ഇന്ന് നിങ്ങൾ കേൾക്കും. കാരണം സത്യമിതാണ്: പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ എപ്പോഴും പിന്നിലായി പോകുന്നു. എന്നാൽ പണത്തെ തങ്ങൾക്കുവേണ്ടി പണിയെടുക്കാൻ പഠിപ്പിക്കുന്നവർ വിജയിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഒരു സാധാരണ മോട്ടിവേഷണൽ പ്രസംഗമല്ല, ഇതൊരു വെല്ലുവിളിയാണ്. നിങ്ങളുടെ ചിന്തകളോട്, നിങ്ങളുടെ ശീലങ്ങളോട്, നിങ്ങളെ ജീവിക്കാൻ നിർബന്ധിതനാക്കിയ ആ വ്യാജ ജീവിതത്തോടുള്ള വെല്ലുവിളിയാണിത്. നിങ്ങൾക്ക് സത്യമായും നിങ്ങളുടെ ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഓരോ വാക്കും നിങ്ങളുടെ നിയമങ്ങളെ മാറ്റിമറിക്കും. നിങ്ങൾക്ക് സത്യമായും ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തയും യാത്രയും പണവും എല്ലാം മാറാൻ പോവുകയാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരു സമയം വരും, മനുഷ്യൻ തന്നോട് തന്നെ ചോദിക്കും, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം എന്തിനുവേണ്ടിയാണ്? ഇത്രയും കഷ്ടപ്പാട്, ഇത്രയും ഓട്ടം, ഇത്രയും ക്ഷീണം, എന്നിട്ട് അവസാനം എന്താണ് കിട്ടുന്നത്? ആ നിമിഷമാണ് മനുഷ്യൻ ആദ്യമായി തന്റെ മനസ്സിന്റെ ഏറ്റവും അപകടകരമായ കോണിലേക്ക് നോക്കുന്നത്. അവിടെയാണ് അവൻ തന്റെ യഥാർത്ഥ അവസ്ഥ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മിക്കവാറും പേർ ആ സത്യം കാണാൻ ധൈര്യപ്പെടില്ല. കാരണം ആ സത്യം വേദനിപ്പിക്കുന്നതാണ്. അത് മനുഷ്യനെ പിടിച്ചുലയ്ക്കും. നമ്മൾ ദരിദ്രരായിരിക്കുന്നത് ലോകം നമുക്ക് അവസരം തരാത്തതുകൊണ്ടല്ല. നമ്മൾ ദരിദ്രരായിരിക്കുന്നത് നമ്മൾ ഒരിക്കലും പണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർ പറഞ്ഞുകൊടുത്ത ചിന്തകളിലാണ് ജീവിക്കുന്നത്. കുട്ടിക്കാലം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: കഷ്ടപ്പെട്ട് പണിയെടുത്താൽ പണം കിട്ടും, സത്യസന്ധമായി ജോലി ചെയ്താൽ ഉയർച്ചയുണ്ടാകും, ബിരുദം കിട്ടിയാൽ വിജയിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, അത് നിങ്ങളുടെ വളർത്തൽ രീതിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തും. കഠിനാധ്വാനം പണം നൽകില്ല, ചിന്തയാണ് പണം നൽകുന്നത്. ഈ ചിന്തയാണ് ഞാനിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് 90% ആളുകളും വെറുതെ ജീവിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നത്? കാരണം കുട്ടിക്കാലം മുതലേ അവരെ പഠിപ്പിച്ചിരിക്കുന്നത് പണം എന്നത് വളരെ കഠിനമായ ഒന്നാണെന്നാണ്. സമ്പാദിക്കാൻ വളരെ കഷ്ടപ്പെടേണ്ട ഒന്നാണെന്നും, അത് കുറച്ചുപേർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്നും, അത് കിട്ടാൻ പ്രയാസമാണെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യമതല്ല. പണം എപ്പോഴും പോകുന്നത് അത് ഉൾക്കൊള്ളാൻ മനസ്സിൽ ഇടമുള്ളവരുടെ അടുത്തേക്കാണ്. ഭൂരിഭാഗം ആളുകളുടെയും മനസ്സ് ഭയം കൊണ്ടും സംശയം കൊണ്ടും പരിമിതികൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ഒരു ദരിദ്രനായ മനുഷ്യന് നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്തു നോക്കൂ, കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തും. എന്തുകൊണ്ട്? കാരണം അവന്റെ മനസ്സ് ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവന്റെ ചിന്തകൾ അതിരുകൾക്കുള്ളിലാണ്. നേരെ മറിച്ച് ഒരു വലിയ സമ്പന്നന്റെ എല്ലാ സ്വത്തും പിടിച്ചുവാങ്ങി അവനെ തെരുവിലിറക്കിവിട്ടു നോക്കൂ, കുറച്ചു സമയത്തിനുള്ളിൽ അവൻ വീണ്ടും പണമുണ്ടാക്കി തിരിച്ചുവരും. എന്തുകൊണ്ട്? കാരണം അവന് അന്ധമായ പണമുണ്ടാക്കാനറിയാം. അന്ധമായ പണമെന്നാൽ നിങ്ങളുടെ ശാരീരിക അധ്വാനത്തെ ആശ്രയിക്കാത്ത പണമാണ്. നിങ്ങൾ അവിടെ ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് അവിടെ പണമുണ്ടായിക്കൊണ്ടിരിക്കും. ലോകം 2 തരം ആളുകളായി തിരിഞ്ഞിരിക്കുന്നു. 1, പണത്തിനു പിന്നാലെ ഓടുന്നവർ. 2, പണം ആരുടെ പിന്നാലെയാണോ ഓടുന്നത് അവർ. നിങ്ങളിതിൽ ഏതു വിഭാഗത്തിൽപ്പെടണം എന്ന് ഇന്ന് തീരുമാനിക്കണം. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓട്ടി മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ നിൽക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. പക്ഷെ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, സ്വന്തം മണ്ണിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിസ്റ്റം തന്നെ മാറ്റിക്കളയും. ദാരിദ്ര്യത്തിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ തെറ്റായി തോന്നാം, കയ്പായി തോന്നാം, പക്ഷേ അതാണ് സത്യം. ദാരിദ്ര്യം പുറത്തല്ല, അത് തലച്ചോറിലാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വാട്സാപ്പിൽ ഒരു തമാശ അയക്കാൻ ആളുകൾ 5 സെക്കൻഡ് എടുക്കുന്നു, വെറും 5 സെക്കൻഡ്. പക്ഷേ പണം എങ്ങനെയുണ്ടാക്കാമെന്ന് പഠിക്കാൻ 5 മിനിറ്റ് പോലും അവർ ചെലവാക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ കണ്ട് ആളുകൾ വർഷങ്ങൾ പാഴാക്കുന്നു. പക്ഷേ സ്വന്തം വരുമാനം എവിടെ നിക്ഷേപിക്കണമെന്ന് പഠിക്കാൻ 1 മണിക്കൂർ പോലും മാറ്റിവെക്കില്ല. ലോകത്ത് എല്ലാ വിദ്യാഭ്യാസത്തിനും വിലയുണ്ട്. പക്ഷേ പണത്തെക്കുറിച്ചുള്ള പഠനം ഏറ്റവും ചെലവ് കുറഞ്ഞതും എല്ലായിടത്തും ലഭ്യമായതുമാണ്.
എന്നിട്ടും ആളുകൾ അത് പഠിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം പണം വലിയൊരു സംഭവമാണെന്ന് അവരെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒരു വരിയിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ആ ചങ്ങല പൊട്ടിക്കാൻ പോവുകയാണ്. പണം വലുതല്ല, പണത്തെ വലുതായി കാണുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. പണം അധ്വാനം കൊണ്ടല്ല, ദിശ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കൂലിപ്പണിക്കാരൻ ദിവസവും 12 മണിക്കൂർ കഷ്ടപ്പെടുന്നു. ഒരു ബിസിനസ്സുകാരൻ ദിവസവും 2 മണിക്കൂർ ചിന്തിക്കുന്നു. ഇവർ തമ്മിലുള്ള അധ്വാനത്തിന്റെ വ്യത്യാസം നോക്കൂ. എന്നാൽ വരുമാനത്തിന്റെ വ്യത്യാസം 50 ഇരട്ടിയിലധികമാണ്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടെന്ന്? കാരണം കൂലിപ്പണിക്കാരൻ ശരീരം കൊണ്ട് പണിയെടുക്കുന്നു, ബിസിനസ്സുകാരൻ ബുദ്ധി കൊണ്ട് പണിയെടുക്കുന്നു. ഏതു ദിവസം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ തുടങ്ങുന്നുവോ അന്ന് നിങ്ങൾ പണത്തിനുവേണ്ടി പണിയെടുക്കുന്നത് നിർത്തും. പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങും. പ്രശ്നം നിങ്ങൾ ദരിദ്രനാണ് എന്നതല്ല, പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ് പ്രശ്നം. പണം എങ്ങനെ നിലനിർത്താം, എങ്ങനെ വളർത്താം, എങ്ങനെ കറക്കണം, എങ്ങനെ ചിലവാക്കാം, എന്തുകൊണ്ടത് കയ്യിൽ നിൽക്കുന്നില്ല, ഇതൊന്നും ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ആളുകൾ വർഷം മുഴുവൻ പണിയെടുത്തിട്ട് പറയും, എങ്ങനെയെങ്കിലും വീടൊന്ന് നടന്നു പോയാൽ മതിയെന്ന്. വീട് നടത്തുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് ദരിദ്രരുടെ ചിന്തയാണ്. വീട് മാത്രമല്ല, ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കുന്നതാണ് സമ്പന്നരുടെ ചിന്ത. നിങ്ങളുടെ ചിന്തകൾ ചെറുതായിരിക്കുന്നിടത്തോളം വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിനെ സമ്പന്നമാക്കൂ, പോക്കറ്റ് തനിയെ സമ്പന്നമായിക്കോളും. അന്ധമായ പണം സമ്പാദിക്കാൻ നിങ്ങൾ 3 കാര്യങ്ങൾ മാറ്റണം. പണത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, പണം കൈകാര്യം ചെയ്യുന്ന രീതി, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത. ഇവ മാറ്റാൻ MBA വേണ്ട, കോഴ്സുകൾ വേണ്ട, സർവകലാശാലകൾ വേണ്ട. വേണ്ടത് ഒരേയൊരു കാര്യമാണ്: സത്യത്തെ കാണാനുള്ള ധൈര്യം. ഈ സത്യത്തെയാണ് ഞാനിനി വിശദമായി തുറന്നുകാട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ചിന്തകളെ ഓരോ ഇഷ്ടികയായി ഇളക്കി മാറ്റി ഞാൻ പുതിയതായി പണിയും. അങ്ങനെ പണം സമ്പാദിക്കാൻ മാത്രമല്ല, പണത്തെ നിങ്ങൾക്കുവേണ്ടി അന്ധമായി പണിയെടുപ്പിക്കാനും നിങ്ങൾ പഠിക്കും. ഇതുവരെ നിങ്ങൾ സമ്പാദിച്ച പണം മുഴുവൻ കൂട്ടിനോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും: നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അത് ആരും കവർന്നെടുത്തതല്ല, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. ആളുകൾ കരുതുന്നു അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന്. പക്ഷേ സത്യമെന്താണ്? അവരുടെ സമയം എത്ര വില കുറഞ്ഞതാണെന്നാൽ അവർ അത് എവിടെയും എങ്ങനെയും പാഴാക്കുന്നു. സ്വന്തം സമയത്തെ ബഹുമാനിക്കാത്തവന്റെ പണത്തിനും ഒരിക്കലും വിലയുണ്ടാകില്ല. ഈ ലോകം കഴിവുകൊണ്ടല്ല നടക്കുന്നത്, ബുദ്ധിശക്തി കൊണ്ടാണ്. ബുദ്ധിശക്തി എന്നാൽ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ 2 ശബ്ദങ്ങളുണ്ട്. ഒന്ന് പറയും, കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്ക്, ജീവിതം ഇങ്ങനെ പോട്ടെയെന്ന്. രണ്ടാമത്തേത് പറയും, നിങ്ങളുടെ ഉള്ളിൽ ഇതിലും വലിയ കഴിവുണ്ട്, എഴുന്നേൽക്കൂ, മാറൂ, പഠിക്കൂ, മുന്നേറൂ. പക്ഷേ ഭൂരിഭാഗം പേരും ആദ്യത്തെ ശബ്ദം കേട്ട് വയസ്സാവുന്നു. രണ്ടാമത്തെ ശബ്ദം മെല്ലെ മരിച്ചുപോകുന്നു. കാരണം ആ ശബ്ദം കേൾക്കാൻ എളുപ്പമല്ല. അത് നിങ്ങളുടെ പരാജയത്തിന്റെ മുഖം നിങ്ങൾക്ക് കാണിച്ചുതരും. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് അത് പറയും. അതുകൊണ്ട് ആളുകൾ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നു. പക്ഷേ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നവൻ ദരിദ്രനാകുന്നു, സത്യത്തെ അഭിമുഖീകരിക്കുന്നവൻ സമ്പന്നനാകുന്നു. പണം നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് നിങ്ങൾ അതിന് തയ്യാറല്ലാത്തതുകൊണ്ടാണ്. എന്റെ കയ്യിലും പണമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആളുകൾ പറയും. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾക്കൊരു 1 കോടി രൂപ കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കറിയാമോ? അത് വർദ്ധിപ്പിക്കാൻ അറിയാമോ? അത് സുരക്ഷിതമായി വെക്കാൻ അറിയാമോ? ഉത്തരം ഇല്ല എന്നാണ്. കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും സമൂഹം പഠിപ്പിച്ച ചെറിയ അതിരുകൾക്കുള്ളിലാണ്. ഏതൊരു കാര്യവും കൈകാര്യം ചെയ്യാൻ ആദ്യം യോഗ്യത വേണം. തനിക്ക് ഒന്നും അറിയില്ല എന്ന് സമ്മതിക്കുന്നവനെ പഠിക്കാൻ കഴിയൂ. പക്ഷേ പഠിക്കുന്നതിന് മുൻപേ ആളുകൾ ഈഗോയുമായി യുദ്ധം ചെയ്യുന്നു. ഈഗോ ദരിദ്രരുടെ ആയുധമാണ്. സമ്പന്നർക്ക് ഈഗോ ഇല്ല. അവർക്കറിയാനുള്ള ആകാംക്ഷയാണുള്ളത്, തുറന്ന മനസ്സാണുള്ളത്, പഠിക്കാനുള്ള വിശപ്പാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ് പണം കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്നത്. സത്യം പണം കഠിനാധ്വാനത്തിന്റെ ഫലമല്ല എന്നതാണ്. കഠിനാധ്വാനം എല്ലാവരും ചെയ്യുന്നുണ്ട്. റിക്ഷാക്കാരനും നിർമ്മാണ തൊഴിലാളിയും സെക്യൂരിറ്റി ഗാർഡും ഫാക്ടറി തൊഴിലാളിയും. കഠിനാധ്വാനം കൊണ്ടാണ് പണം കിട്ടുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ കൂലിപ്പണിക്കാർ ആയേനെ. പക്ഷേ സത്യം നേരെ മറിച്ചാണ്. പണം അധ്വാനത്തിന്റെ ഫലമല്ല, അധ്വാനത്തിന്റെ ദിശയുടെ ഫലമാണ്. തെറ്റായ ദിശയിൽ നിങ്ങൾ സർവ്വശക്തിയുമെടുത്ത് ഓടിയാലും നിങ്ങൾ ലക്ഷ്യത്തിലെത്തില്ല. ലോകത്ത് 2 തരം വഴികളുണ്ട്. 90% ആളുകൾ പോകുന്ന വഴി. അവിടെ രാവും പകലും ജോലി, ശമ്പളം, ചിലവ്, ബില്ല്, വായ്പ, നിരാശ, പിന്നെ ഉറക്കം, വീണ്ടും അതുതന്നെ ആവർത്തിക്കുന്നു. രണ്ടാമത്തെ വഴി വെറും 10% ആളുകൾ തിരഞ്ഞെടുക്കുന്നു. അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നു, ഐഡിയകൾ പ്രവർത്തിക്കുന്നു, അവിടെ സിസ്റ്റങ്ങളുണ്ടാകുന്നു. അവിടെ പണം നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല, പണം സ്വയം പണിയെടുക്കുന്നു. നിങ്ങൾ ഏതു വഴി തിരഞ്ഞെടുക്കുന്നു എന്നത് നിങ്ങളിന്ന് തീരുമാനിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട് ഓരോ മാസവും പണം നിൽക്കുന്നില്ല? അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ: പണം നിൽക്കണമെങ്കിൽ അതിനൊരു ഇടം വേണമെന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ ഇടമുണ്ടാക്കാൻ ശരിയായ മനോഭാവം വേണം. പണം ഒരു ഊർജ്ജമാണ്. ഊർജ്ജം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും.
പണത്തെ പിടിച്ചു നിർത്താനുള്ള മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ കൈക്കുമ്പിളിലെ വെള്ളം പോലെ അത് ചോർന്നുപോകും. നിങ്ങളുടെ മനസ്സ് എപ്പോഴും അതിജീവനം എന്ന ചിന്തയിലാണ്. അതിജീവിക്കാൻ മാത്രം ശ്രമിക്കുന്നവൻ വെറുതെ ചിലവാക്കുക മാത്രമേ ചെയ്യൂ. എന്തുകൊണ്ട്? കാരണം ജീവിതം ചെറുതാണെന്നും കിട്ടുന്ന സുഖം ഇപ്പോൾ തന്നെ അനുഭവിക്കണമെന്നും അവൻ കരുതുന്നു. എന്നാൽ വളർച്ചയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവൻ ഭാവിയെ കണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. അവന്റെ പണം പിന്നീട് കൂടുതൽ പണമുണ്ടാക്കും. അവന്റെ പണം ഭാവിയെ ശക്തമാക്കും. അവന്റെ പണം അവസരങ്ങളെ വലിച്ചുകൊണ്ടുവരും. അതുകൊണ്ടാണ് സമ്പന്നർ വീണ്ടും സമ്പന്നരാകുന്നതും ദരിദ്രർ ദരിദ്രരായി തുടരുന്നതും. നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം തെറ്റായിരുന്നു. ജീവിതം അന്നം തേടാൻ മാത്രമുള്ളതാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ യാഥാർത്ഥ്യം ജീവിതം നിർമ്മിക്കാനുള്ളതാണ് എന്നതാണ്. സുരക്ഷിതമായ ജോലിയാണ് നല്ലതെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ അതും നുണയാണ്. ജോലി സുരക്ഷിതമല്ല. ജോലി സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നു എന്ന് മാത്രം. റിസ്ക് എടുക്കരുതെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം ശക്തി നേടരുത്, വലുതായി ചിന്തിക്കരുത്, പറക്കരുത് എന്നായിരുന്നു. ദാരിദ്ര്യം ഒരു രാജ്യം കാരണമോ സമൂഹം കാരണമോ കുടുംബം കാരണമോ വരുന്നതല്ല. തെറ്റായ വിവരണങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ഇത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജോലി ഇതിനെ തകർക്കുക എന്നതാണ്. അതിനായി നിങ്ങൾ സ്വയം മാറേണ്ടതുണ്ട്. പണം സമ്പാദിക്കുന്നതിന് മുൻപ് പണത്തെ മനസ്സിലാക്കണം. പണം ഒരു ഭാഷയാണ്. ആ ഭാഷ നിങ്ങൾ എന്നാണോ ഒഴുക്കോടെ സംസാരിക്കാൻ പഠിക്കുന്നത്, അന്ന് പണം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ആളുകൾ പണത്തെ 2 രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ: സമ്പാദിക്കുക, ചിലവാക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ പണത്തിന് 6 രൂപങ്ങളുണ്ട്: സമ്പാദിക്കുക, കൈകാര്യം ചെയ്യുക, വളർത്തുക, തടഞ്ഞു നിർത്തുക, നിക്ഷേപിക്കുക, ഗുണിപ്പിക്കുക. ദരിദ്രൻ ആദ്യത്തെയും അവസാനത്തെയും മാത്രമേ അറിയൂ: സമ്പാദിക്കാനും ചിലവാക്കാനും. അതുകൊണ്ട് അവന്റെ സാമ്പത്തിക ജീവിതം എപ്പോഴും അപൂർണമായിരിക്കും. പണത്തിന്റെ മുഴുവൻ ഭാഷയും പഠിച്ചവർ തങ്ങൾ ഉറങ്ങുമ്പോഴും അവധിക്കാലം ആഘോഷിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും തങ്ങൾക്കുവേണ്ടി പണം തരുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് യഥാർത്ഥ അന്ധമായ പണം. പണത്തിനു പിന്നാലെ ഓടുന്നവർ എപ്പോഴും തോൽക്കുന്നു. ഇതൊരു ശ്രദ്ധയുടെ കളിയാണ്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളുടെ ഊർജ്ജം അവിടുണ്ടാകും. നിങ്ങളുടെ ഊർജ്ജം എവിടെയാണോ നിങ്ങളുടെ സമയം അവിടെ പോകും. സമയം എവിടെയാണോ നൽകുന്നത് അവിടെ നിങ്ങളുടെ വരുമാനമുണ്ടാകും. നിങ്ങളുടെ ശ്രദ്ധ ഓരോ മാസത്തെയും ശമ്പളത്തിലും ബില്ലുകളിലും ചിലവുകളിലും വായ്പകളിലുമാണെങ്കിൽ പണം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ അവസരങ്ങളിലും സിസ്റ്റങ്ങളിലും വളർച്ചയിലും നേട്ടങ്ങളിലും ആസ്തികളിലുമാണെങ്കിൽ പണം നിങ്ങളുടെ പിന്നാലെ വരാൻ നിർബന്ധിതമാകും. കാരണം പണം എപ്പോഴും കാഴ്ചപ്പാടുള്ളവരുടെ അടുത്തേക്കാണ് പോകുന്നത്. തന്നെ മനസ്സിലാക്കുന്നവനെ കാഴ്ചപ്പാടുണ്ടാക്കാൻ കഴിയൂ. നിങ്ങൾ ശരിക്കും ഉണർന്നു കഴിഞ്ഞെങ്കിൽ, ഇന്ന് വലിയ എന്തോ കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. കാരണം ഇത്തരം സത്യങ്ങൾ, ഇത്തരം തീപ്പൊരികൾ, കണ്ണ് തുറപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ യൂട്യൂബിൽ വേറെ എവിടെയും കിട്ടില്ല. കമന്റിൽ ഞാൻ ഉണർന്നു കഴിഞ്ഞു എന്ന് മാത്രം എഴുതൂ. യഥാർത്ഥ മാറ്റത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണെന്ന് ലോകമറിയട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ചതി മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതല്ല. ഏറ്റവും വലിയ ചതി നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നതാണ്. സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും വിധി പലതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ സമാധാനിപ്പിക്കുന്നു. കൂടുതൽ പണം എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ഉറങ്ങുന്നു. ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതാക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതല്ല. നിങ്ങൾ ഒരിക്കലും എഴുന്നേൽക്കരുത് എന്ന ഉദ്ദേശത്തോടെ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണിത്. കാരണം ഒരു മനുഷ്യൻ തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞാൽ പിന്നെ ലോകത്തിന് അവനെ തടയാൻ കഴിയില്ല. ഈ കാര്യമാണ് ഈ സിസ്റ്റത്തെ ഭയപ്പെടുത്തുന്നത്. കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്ന വളരെ കുറച്ചുപേരാണ് ഈ ലോകം ഭരിക്കുന്നത്. ബാക്കിയുള്ളവർ അവരുണ്ടാക്കിയ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നു. നിങ്ങൾ ഈ കാര്യം ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കണം. സ്വന്തം ചിന്തകളിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരുടെ അടുത്തേക്കാണ് പണം പോകുന്നത്. ബാക്കിയുള്ളവർ ആ നിയമങ്ങളനുസരിച്ച് ദരിദ്രരായി ജീവിക്കുന്നു. ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല. ദാരിദ്ര്യം ഒരു ശീലമാണ്. കുട്ടിക്കാലം മുതൽ ഉണ്ടാക്കിയെടുക്കുന്ന ശീലം. മെല്ലെ മെല്ലെ അത് ശക്തമാകും. താൻ തന്നെയാണ് തന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് മനുഷ്യൻ പോലും അറിയില്ല. വളരുന്ന പ്രായത്തിൽ കുട്ടിയുടെ മനസ്സിൽ 2 തരം വിത്തുകൾ പാകുന്നു: ഭയത്തിന്റെ വിത്തുകൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ. ഭൂരിഭാഗം വീടുകളിലും പാകുന്ന വിത്തുകൾ ഇവയാണ്: റിസ്ക് എടുക്കരുത്, സുരക്ഷിതമായി നിൽക്കുക, ചെറുതാണെങ്കിലും കുഴപ്പമില്ല, സുരക്ഷിതമായിരിക്കണം, കൂടുതൽ ആഗ്രഹിച്ചാൽ നിരാശയാകും ഫലം, കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ. ഈ വാക്കുകൾ കേട്ടുകേട്ട് മനുഷ്യന്റെ ഉപബോധമനസ്സ് പഠിക്കുന്നു വലിയ സ്വപ്നങ്ങൾ കാണുന്നത് അപകടമാണെന്ന്. മനസ്സ് എപ്പോഴും അപകടത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭൂരിഭാഗം പേരും തങ്ങളുടെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കുന്നില്ല. സ്വപ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ മരിക്കുന്നു. ആഗ്രഹങ്ങൾ ഉണങ്ങിപ്പോകുന്നു. എനിക്ക് കഴിയും എന്നതിനു പകരം എനിക്ക് കഴിയില്ല എന്നത് അവരുടെ ഉള്ളിലെ സ്ഥിരമായ ക്രമീകരണമായി മാറുന്നു. പണം സമ്പാദിക്കാൻ പാടാണെന്ന് അവർക്ക് തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പാട് പണമല്ല, കുട്ടിക്കാലം മുതൽ അവർക്ക് നൽകിയ ചിന്തയാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഭയമുണ്ട്. അത് അവനെ തടയുന്നു. ഇത് പണത്തോടുള്ള ഭയമല്ല, ഉത്തരവാദിത്തത്തോടുള്ള ഭയമാണ്. കാരണം പണം കൂടുതൽ വരുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളുടെ വിലയും കൂടും. നിങ്ങളുടെ ഒരു തെറ്റ് വലിയ നഷ്ടമുണ്ടാക്കാം.
നിങ്ങളുടെയൊരു നീക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇനി നിങ്ങൾ അതിജീവനമല്ല, തന്ത്രങ്ങളാണ് പഠിക്കേണ്ടത്. പ്രതികരണങ്ങളിലല്ല, പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഈ ഉത്തരവാദിത്തങ്ങളെ പേടിച്ചാണ് പലരും വലുതാകാത്തത്. ചെറുതായി റിസ്ക് ഇല്ലാതെ ജീവിക്കുന്നതാണ് എളുപ്പമെന്ന് അവർ കരുതുന്നു. പക്ഷേ എളുപ്പമുള്ള ജീവിതം ഒരിക്കലും വലിയ ഭാവി നൽകില്ല. വലിയ ജീവിതം ഒരിക്കലും എളുപ്പവുമല്ല. ജീവിതത്തിലെ സുഖകരമായ അവസ്ഥയാണ് ഏറ്റവും അപകടകരമായ ജയിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സാമ്പത്തിക നില നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രോഗ്രാമിംഗ് ആണ് തീരുമാനിക്കുന്നത്. ഒരു ദരിദ്രനെ വിജയിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? അവന് പണം കൊടുക്കലല്ല, അവന് അറിവ് നൽകലുമല്ല. അതിലും വേഗത്തിലുള്ള വഴി അവന്റെ ചിന്താഗതി മാറ്റലാണ്. കാരണം ചിന്ത മാറുമ്പോൾ സാധ്യതകൾ മാറുന്നു. തന്റെ വില തന്റെ ശമ്പളമല്ല, തന്റെ കഴിവാണ് എന്ന് മനുഷ്യൻ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവന്റെ അസ്തിത്വം തന്നെ മാറാൻ തുടങ്ങുന്നു. അന്ധമായ പണം സമ്പാദിക്കാനുള്ള ആദ്യത്തെ നിയമം ഇതാണ്: നിങ്ങളുടെ ചിന്തയുടെ മേൽക്കൂര പൊളിക്കുക. മേൽക്കൂര പൊളിച്ചാലേ ആകാശം കാണൂ. ആകാശം കാണുന്നവൻ ഒരിക്കലും നിലത്തെ ചെറിയ ചെറിയ ഭയങ്ങളിൽ കുടുങ്ങിക്കിടക്കില്ല. ഓരോ ദരിദ്രന്റെയും മനസ്സിൽ ഒരു വൈറസ് ഉണ്ട്, താരതമ്യം ചെയ്യുന്ന വൈറസ്. ഈ വൈറസ് അവനെക്കൊണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ആരുടെ കയ്യിലാണ് പുതിയ ഫോൺ? താരതമ്യം. ആരുടെ കയ്യിലാണ് ബൈക്ക്? താരതമ്യം. ആരുടെ വസ്ത്രമാണ് നല്ലത്? താരതമ്യം. ആർക്കാണ് കൂടുതൽ ബന്ധങ്ങൾ? താരതമ്യം. തന്റെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവന്റെ ചിന്ത. എന്നാൽ സമ്പന്നരുടെ ശ്രദ്ധ എപ്പോഴും തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളിലാണ്. ദരിദ്രൻ താരതമ്യം ചെയ്ത് ദരിദ്രനാകുന്നു. സമ്പന്നൻ ഏകാഗ്രതയോടെ സമ്പന്നനാകുന്നു. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ പോകുന്നത്, നിങ്ങളുടെ ജീവിതവും ആ ദിശയിൽ വളരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രദ്ധ താരതമ്യത്തിലാണെങ്കിൽ നിരാശ കൂടും. ശ്രദ്ധ അവസരത്തിലാണെങ്കിൽ പണം കൂടും. തയ്യാറായിരിക്കുന്നവർക്കേ ലോകം അവസരം നൽകൂ. അവസരം എനിക്ക് കിട്ടിയില്ല എന്ന് ആളുകൾ പറയുന്നു. പക്ഷേ സത്യം, അവസരം നിങ്ങളുടെ വാതിലിൽ 1000 തവണ വന്നു. നിങ്ങൾ വാതിൽ തുറന്നില്ല, അല്ലെങ്കിൽ തുറന്നിട്ടും നിങ്ങൾക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം അവസരത്തെ തിരിച്ചറിയാൻ കൂർമ്മബുദ്ധി വേണം, മൂർച്ചയുള്ള കണ്ണുകൾ വേണം, വേഗത്തിലുള്ള തീരുമാനം വേണം. പഠിക്കാൻ തയ്യാറുള്ളവനെ കൂർമ്മബുദ്ധിയുണ്ടാകൂ. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് അറിവല്ല, പഠിക്കാനുള്ള ആഗ്രഹമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യന് ഏത് വിഷയവും മനസ്സിലാക്കാം, ഏത് മേഖലയിലും പ്രാവീണ്യം നേടാം, ഏത് കാര്യവും തനിക്ക് അനുകൂലമാക്കാം. പക്ഷേ ആഗ്രഹം മരിച്ചാൽ മനുഷ്യൻ വെറുതെ ദിവസം എണ്ണിക്കഴിയും. പണം സമ്പാദിക്കുക എന്നത് പുറമേ കാണാത്ത ഒരു കളിയാണ്. നിങ്ങൾ കാണുന്ന വില കൂടിയ കാർ, വലിയ വീട്, ആഡംബര ജീവിതം, ഇതെല്ലാം ഫലങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ ഫലങ്ങൾക്ക് പിന്നിൽ എത്ര സൂക്ഷ്മമായ ചിന്തയുണ്ടെന്നും, എത്ര ആഴത്തിലുള്ള പ്ലാനിംഗ് ഉണ്ടെന്നും, എത്ര നിശബ്ദമായ അധ്വാനമുണ്ടെന്നും, എത്ര കാണാത്ത തയ്യാറെടുപ്പുകളുണ്ടെന്നും ആളുകൾ കാണുന്നില്ല. പണമുണ്ടാക്കുന്നവർ ആൾക്കൂട്ടത്തിൽ നിന്ന് ബഹളം വയ്ക്കില്ല. അവർ നിശബ്ദമായി അവരുടെ ലോകം പടുത്തുയർത്തും. അവിടെ ഓരോ ചെറിയ സിസ്റ്റവും അവർക്ക് വീണ്ടും വീണ്ടും പണം നൽകുന്നു. ഈ സിസ്റ്റം പുറമെ ലളിതമായിരിക്കും, പക്ഷേ ഉള്ളിൽ വളരെ സങ്കീർണമായിരിക്കും. ഈ സങ്കീർണതയിൽ നിന്നാണ് അന്ധമായ പണം ജനിക്കുന്നത്. കാരണം സങ്കീർണത കൂടുന്തോറും കുറച്ചുപേർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. മത്സരം കുറവുള്ള വഴികളിൽ പണം വേഗത്തിൽ വളരും. ദരിദ്ര സമയം പാഴാക്കുന്നു, സമ്പന്നർ സമയം ഗുണിപ്പിക്കുന്നു. ഈ ലോകം സമയത്തിലാണ് ഓടുന്നത്. സമയം മനസ്സിലാക്കിയവൻ പണത്തെയും മനസ്സിലാക്കി. ദരിദ്രൻ തന്റെ കയ്യിൽ അനന്തമായ സമയം ഉണ്ടെന്ന രീതിയിലാണ് സമയം ചിലവാക്കുന്നത്. ഫോണിലും പരദൂഷണത്തിലും വേണ്ടാത്ത കാര്യങ്ങളിലും അവൻ മണിക്കൂറുകൾ കളയുന്നു. എന്നാൽ സമ്പന്നൻ ഓരോ നിമിഷവും ഒരു ശാസ്ത്രജ്ഞനെപ്പോലെ നിരീക്ഷിക്കുന്നു. അവൻ തന്റെ സമയം ഉപയോഗിച്ച് അതിൽ നിന്ന് വലിയ മൂല്യമുണ്ടാക്കുന്നു. ആ മൂല്യം മെല്ലെ പണമായി മാറുന്നു. പിന്നെ പണം കൂടുതൽ പണമുണ്ടാക്കുന്നു. ഒരു സമയം വരുമ്പോൾ പണം എത്ര വേഗത്തിലാണ് വളരുന്നതെന്ന് അവന് പോലും മനസ്സിലാകില്ല. അവന്റെ ജീവിതം എപ്പോൾ മാറിയെന്ന് അവനറിയില്ല. ഇതൊരു രാത്രി കൊണ്ട് നടക്കുന്ന വിജയമല്ല. ഇത് ബുദ്ധിശക്തി ഒന്നിച്ചുകൂടിയതിന്റെ ഫലമാണ്. നിങ്ങളൊരു നീണ്ട ഇടനാഴിയിൽ നിൽക്കുന്നത് ഒന്ന് സങ്കൽപ്പിക്കൂ. മുൻപിൽ മൂടൽമഞ്ഞാണ്, പിന്നിൽ പഴയ ശബ്ദങ്ങൾ കേൾക്കാം. കാലിനടിയിൽ നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത കാൽപ്പാടുകൾ. ഓരോ കാൽപ്പാടും പണത്തിനുവേണ്ടി കഷ്ടപ്പെട്ട ഓരോരുത്തരുടേതാണ്. ചിലപ്പോൾ അത്യാഗ്രഹം കൊണ്ട്, ചിലപ്പോൾ ഭയം കൊണ്ട്, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട്. പക്ഷേ ഈ ഇടനാഴിയിലെ ഏറ്റവും ആഴത്തിലുള്ള കാൽപ്പാടുകൾ പണത്തിന്റെ കളി മനസ്സിലാക്കാതെ പണം സമ്പാദിക്കാൻ ശ്രമിച്ചവരുടേതല്ല. വ്യത്യാസം ചെറുതാണ്, പക്ഷേ ഈ വ്യത്യാസമാണ് സാമ്രാജ്യം പണിയുന്നത്. ഈ വ്യത്യാസം തന്നെയാണ് സാമ്രാജ്യം തകർക്കുന്നതും. ഇന്ന് നിങ്ങൾ ആ ചോദ്യത്തിനു മുൻപിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പണം സമ്പാദിക്കുകയാണോ, അതോ പണം നിങ്ങളെ സമ്പാദിക്കുകയാണോ? പണത്തിനു പിന്നാലെ ഓടേണ്ടത് തന്റെ കടമയാണെന്ന് മനുഷ്യൻ കരുതുന്നു. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ യോഗ്യനാകുമ്പോൾ പണം തനിയെ വരും. വ്യക്തത, വ്യവസ്ഥ, ക്ഷമ, ഏകാഗ്രത എന്നിവ ഉള്ളിടത്തെ ലോകത്തിലെ ഏത് സമ്പത്തും ഒഴുകിയെത്തൂ. എന്നാൽ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം പേരും തങ്ങളുടെ മനസ്സിന്റെ അലങ്കോലങ്ങൾ മറച്ചുവെക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്ക് ഈ രഹസ്യനിയമം കാണാൻ കഴിയുന്നില്ല. പണത്തിന്റെ വഴി ഒരു റോഡ് പോലെ നേരെയുള്ളതല്ല. അതൊരു വലിയ ചുറ്റിക്കറങ്ങുന്ന വഴിയാണ്, ഭൂൽഭുലയ്യ. അവിടെ കണ്ണടയ്ക്കുന്നവൻ വിജയിക്കുന്നു,
കണ്ണു തുറന്നു ഓടുന്നവൻ തോൽക്കുന്നു. എന്തുകൊണ്ട്? കാരണം കണ്ണുകൾ പുറംകാഴ്ചകളാണ് കാണിക്കുന്നത്. ഈ ലോകം നിങ്ങൾക്ക് ഭ്രമമാണ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ വിജയം, കുറുക്കുവഴികൾ, തിളക്കം, ജീവിതശൈലി. എന്നാൽ അന്ധത നിങ്ങളുടെ ഉള്ളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടെ വഴി, നിങ്ങളുടെ ഉത്തരവാദിത്തം. വിജയിച്ചവൻ പുറംലോകം കണ്ട് പഠിക്കുന്നില്ല. അവൻ തന്റെ ഉള്ളിൽ വേറൊരു ലോകമുണ്ടാക്കുന്നു. വൃത്തിയുള്ള, ശാന്തമായ, അച്ചടക്കമുള്ള ലോകം. അവിടെ ഓരോ ചിന്തയും ഒരു പടയാളിയാണ്, ഓരോ തീരുമാനവും ഒരു ആജ്ഞയാണ്. പുറംലോകത്തു നിന്ന് സ്വതന്ത്രനാകുമ്പോൾ അവൻ പണത്തിന്റെ യഥാർത്ഥ വഴി കാണുന്നു. കാരണം ഓടുന്നവന്റെ അടുത്തേക്ക് പണം വരില്ല. പണത്തിന് നിരസിക്കാൻ കഴിയാത്ത ശക്തിയായി സ്വയം മാറുന്നവന്റെ അടുത്തേക്കേ പണം വരൂ. ഈ ലോകത്ത് രണ്ടു തരം സമ്പാദിക്കുന്നവരുണ്ട്. ഒന്ന്, പണം സമ്പാദിക്കാൻ സ്വന്തം ഊർജം വിൽക്കുന്നവർ. രണ്ട്, പണം ഒഴുകിവരാൻ പാകത്തിന് സ്വന്തം ഊർജത്തിന് ഒരു ദിശ നൽകുന്നവർ. ആദ്യത്തെ വിഭാഗം കഷ്ടപ്പെടുന്നു, ക്ഷീണിക്കുന്നു, വീഴുന്നു, ഓടുന്നു. പ്രായത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അവൻ തിരിച്ചറിയുന്നു, അവൻ തന്നെത്തന്നെ ചിലവാക്കിയതല്ലാതെ പണം സമ്പാദിച്ചിട്ടില്ല എന്ന്. രണ്ടാമത്തെ വിഭാഗം സ്ഥിരമായി നിൽക്കുന്നു, ശ്രദ്ധയോടെ ദിശ തീരുമാനിക്കുന്നു, മെല്ലെ മെല്ലെ പണം ആകർഷിക്കുന്ന ഒരു ശക്തിയായി മാറുന്നു. നിങ്ങളുടെ ലക്ഷ്യം ആദ്യത്തെ വിഭാഗത്തിൽ നിന്ന് രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് മാറുക എന്നതാകണം. അതിന് ആദ്യം വേണ്ടത് മനസ്സിലെ ബഹളങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ്. 1000 ആഗ്രഹങ്ങളും ഭയവും താരതമ്യവും അസൂയയും സമ്മർദ്ദവും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. പണം അച്ചടക്കത്തെ ഇഷ്ടപ്പെടുന്നു. പണം ശാന്തമായ മനസ്സിനെ ഇഷ്ടപ്പെടുന്നു. പണം ഏകാഗ്രതയെ ഇഷ്ടപ്പെടുന്നു. പണം വ്യവസ്ഥയെ ഇഷ്ടപ്പെടുന്നു. പണം ലക്ഷ്യത്തെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ഓരോ ദിവസവും 5 ദിശയിലേക്ക് ചിതറിപ്പോകുകയാണെങ്കിൽ നിങ്ങൾ 100 പദ്ധതികളുണ്ടാക്കിയിട്ടും കാര്യമില്ല. 1000 അവസരം കിട്ടിയാലും പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. പണം സ്ഥിരതയെ നോക്കി അവിടെ നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പണം ഭാഗ്യം കൊണ്ടുവരുന്നു എന്നതാണ്. സത്യം, പണം വ്യക്തമായ മനസ്സുള്ളവർക്ക് കിട്ടുന്നതാണ്. മനസ്സ് വ്യക്തമാണെങ്കിൽ അത് അവസരങ്ങളെ അരിച്ചെടുക്കും, ഭാവിയെ വളർത്തുന്നത് മാത്രം തിരഞ്ഞെടുക്കും. മനസ്സ് അലങ്കോലമാണെങ്കിൽ അത് എല്ലാ അവസരങ്ങളെയും പിടികൂടുകയും അവസാനം കുടുങ്ങിപ്പോകുകയും ചെയ്യും. പണത്തിന്റെ അടുത്ത നിയമം. പണം എടുത്തുചാട്ടം കൊണ്ട് നശിക്കുന്നു, ക്ഷമയോടെ വളരുന്നു. വേഗത്തിൽ പണമുണ്ടാക്കുന്ന കഥകൾ ലോകത്ത് നിറയെയുണ്ട്. എന്നാൽ സാവധാനം പണമുണ്ടാക്കുന്ന സത്യങ്ങൾ ആരും കേൾക്കുന്നില്ല. വേഗത്തിലുള്ള സമ്പാദ്യം ആകർഷകമാണ്, പക്ഷേ അത് നിലനിൽക്കില്ല. സാവധാനമുള്ള സമ്പാദ്യം കഠിനമാണ്, പക്ഷേ അത് എന്നും നിലനിൽക്കും. അന്ധമായ പണം സമ്പാദിച്ചവർ ഒരിക്കലും എടുത്തുചാട്ടത്തെ കൂട്ടുപിടിച്ചിട്ടില്ല. അവർ തിമിംഗലത്തെ ഗുരുവാക്കി, ദിശയെ വഴികാട്ടിയാക്കി, പ്രക്രിയയെ, പ്രോസസ് ഏറ്റവും വലിയ നിക്ഷേപമായി കണ്ടു. ഇനി ഈ ആഴത്തിലുള്ള സത്യം കേൾക്കൂ. സ്വന്തം യഥാർത്ഥ വില അറിയുന്നവന്റെ അടുത്തേക്കേ പണം വരൂ. പലരും ജീവിതകാലം മുഴുവൻ തങ്ങളുടെ കഴിവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സമയം വിൽക്കുന്നു. വിപണിയുടെ പ്രശ്നമല്ല, തങ്ങളുടെ വിലയുടെ പ്രശ്നമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. തന്നെ കുറച്ചു കാണുന്നവനെ ലോകവും കുറച്ചേ കാണൂ. സ്വന്തം കഴിവിന് വില നൽകാത്തവന് ലോകം ഒരിക്കലും ശരിയായ വില നൽകില്ല. നിങ്ങൾ നിങ്ങളുടെ വില എത്രത്തോളം കൂട്ടുന്നുവോ അത്രത്തോളം പണം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ഒഴുകും. ഇതിലും വലിയൊരു രഹസ്യമില്ല. ആളുകൾ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വില കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ വില കൂടുമ്പോൾ പണം നിങ്ങളുടെ പിന്നാലെ ഓടും. ഈ ലോകം ആർക്കും അവരുടെ പരിശ്രമത്തിന് പ്രതിഫലം നൽകില്ല. അവരുടെ നിലവാരത്തിനാണ് ലെവൽ പ്രതിഫലം നൽകുന്നത്. നിങ്ങൾ എത്ര ഉയർന്ന നിലവാരത്തിലെത്തുന്നുവോ നിങ്ങളുടെ വരുമാനം അത്രത്തോളം ഉയരും. നിലവാരം ഉയർത്തുക. പണം സമ്പാദിക്കുന്ന കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണിത്. മൂന്നാമത്തെ നിയമം. ദുർബലമായ തീരുമാനങ്ങൾ എടുക്കുന്നവരിൽ നിന്ന് പണം ഓടിപ്പോകും. മനുഷ്യജീവിതം തീരുമാനങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഓരോ തീരുമാനവും നിങ്ങളെ ഒന്നുകിൽ ഉയർത്തും അല്ലെങ്കിൽ താഴ്ത്തും. ശക്തമായ, വ്യക്തമായ, സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ കൂടെയേ പണം നിൽക്കൂ. പണത്തിന്റെ ഊർജം അനിശ്ചിതത്വം സഹിക്കില്ല. അത് ആശയക്കുഴപ്പത്തിൽ നിന്ന് ഒളിച്ചോടും. ഏത് സാഹചര്യത്തിലും മനസ്സ് വ്യക്തമായി വയ്ക്കാൻ കഴിവുള്ളവരുടെ കൂടെ മാത്രമേ അത് നിൽക്കൂ. വിജയിച്ച ഓരോ വ്യക്തിക്കും ഒരേയൊരു ഗുണമേയുള്ളൂ. അവൻ തീരുമാനമെടുക്കുന്നു, പിന്നെ ലോകം മുഴുവൻ അവന്റെ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുന്നു. ദുർബലനായ വ്യക്തി തീരുമാനമെടുക്കുന്നതിനു മുൻപേ ലോകത്തിന്റെ അഭിപ്രായം പേടിക്കുന്നു. ആ പേടിയിൽ അവസരം നഷ്ടപ്പെടുത്തുന്നു. പണത്തിന്റെ വഴി സങ്കീർണമാകുന്നത് അത് മനസ്സിലാക്കാൻ പാടായതുകൊണ്ടല്ല, മറിച്ച് ആളുകൾ മനസ്സ് സ്ഥിരമായി വയ്ക്കാത്തതുകൊണ്ടാണ്. മനസ്സ് സ്ഥിരമാണെങ്കിൽ ഈ വഴി വ്യക്തമായി കാണാം. ഇനി മറ്റൊരു രഹസ്യ സത്യം. തിരസ്കരണത്തെ, റിജക്ഷൻ ഗുരുവാക്കിയവർക്ക് പണം ലഭിക്കുന്നു. ഓരോ പരാജയവും, ഓരോ മോശം പ്രതികരണവും, ഓരോ തിരസ്കരണവും ഒരു ദിശ കാണിക്കുന്നു. ദുർബലർ ഈ തിരസ്കരണങ്ങളെ തങ്ങളുടെ അതിരുകളായി കാണുന്നു. ശക്തർ ഇതിനെ തങ്ങളുടെ ദിശയാക്കുന്നു. തിരസ്കരണത്തെ അടുത്ത ചവിട്ടുപടിയാക്കാൻ അറിയുന്നവരുടെ അടുത്തേക്കേ പണം വരൂ. അവരാണ് സാമ്രാജ്യം പണിയുന്നത്. അവരാണ് ധനശക്തിയുടെ യഥാർത്ഥ അവകാശികൾ. അവസാനമായി ഇത് മനസ്സിലാക്കൂ. നിങ്ങൾ ആരാണോ അതാണ് നിങ്ങളുടെ പണത്തിന്റെ അതിര്. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ ഊർജം, ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യം ഉണ്ടാക്കുന്നത്. പുറത്തെ സാഹചര്യങ്ങളല്ല മാറേണ്ടത്,
വ്യക്തിയാണ് മാറേണ്ടത്. അപ്പോൾ പണം ആ മാറ്റത്തിന്റെ ദിശയിൽ ഒഴുകാൻ തുടങ്ങും. നിങ്ങൾക്ക് അന്ധമായ പണം സമ്പാദിക്കണമെങ്കിൽ ആദ്യത്തെ പടി ഇതാണ്: സ്വയം മാറാൻ പൂർണ്ണമായി സമർപ്പിക്കുക. മനസ്സ് വൃത്തിയുള്ളതും ശാന്തവും അച്ചടക്കമുള്ളതും ഉറച്ചതുമാകുമ്പോൾ പണം വഴി തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് മെല്ലെ മെല്ലെ അല്ല, പെട്ടെന്നാണ് വരിക. വർഷങ്ങൾക്ക് ശേഷം ഒരാൾ സ്വന്തം യഥാർത്ഥ രൂപം കണ്ടതുപോലെ പ്രപഞ്ചം അവന് ആ നിമിഷം സമ്മാനമായി പണം നൽകും. ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ആ മാറ്റം തുടങ്ങണം. കാരണം സ്വയം ഒരു പുതിയ ദിശ നൽകാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ പണം ലഭിക്കൂ. കേൾക്കൂ, ഒരു അവസാന സത്യം കൂടി ബാക്കിയുണ്ട്. ഇത് വളരെ ക്രൂരമാണ്. പലർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ജീവിതം മുഴുവൻ ആളുകൾ പണത്തിനു പിന്നാലെ ഓടി. നിയമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, ഗുരുക്കന്മാരെ കേട്ടു. പക്ഷേ യഥാർത്ഥ രഹസ്യം തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവസാനത്തെ സത്യം പുസ്തകത്തിലല്ല, കോടതിയിലല്ല, മറിച്ച് മനുഷ്യൻ നോക്കാത്ത ഒരിടത്താണ് ഒളിഞ്ഞിരിക്കുന്നത്: സ്വന്തം പെരുമാറ്റത്തിൽ. ഇന്ന് നിങ്ങൾ ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഒളിഞ്ഞിരിക്കുന്ന ആ സത്യം തുറന്നു തരേണ്ടത് ആവശ്യമാണ്. ഓരോ മനുഷ്യനും 3 മുഖങ്ങളുമായാണ് നടക്കുന്നത്. 1. ലോകം കാണുന്ന മുഖം. 2. കുടുംബവും സുഹൃത്തുക്കളും കാണുന്ന മുഖം. 3. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ ജീവിക്കുന്ന മുഖം. പണം ഈ 3ാമത്തെ മുഖത്തെ മാത്രമേ അംഗീകരിക്കൂ. നിങ്ങൾ ലോകത്തിന് എത്ര ബുദ്ധിമാനാണെന്ന് കാണിച്ചാലും, സോഷ്യൽ മീഡിയയിൽ എത്ര അറിവ് പങ്കുവച്ചാലും, മറ്റുള്ളവരെ എത്ര പഠിപ്പിച്ചാലും യഥാർത്ഥ സമ്മാനം നിങ്ങളുടെ യഥാർത്ഥ മുഖത്തിനാണ് ലഭിക്കുന്നത്. ഉള്ളിൽ നിങ്ങൾ ആരാണോ അതാണ് നിങ്ങളുടെ വരുമാനം തീരുമാനിക്കുന്നത്. ആളുകൾ പണം നഷ്ടപ്പെടുത്തുന്നത് ജോലി കൊണ്ടല്ല, ശീലങ്ങൾ കൊണ്ടാണ് എന്നതാണ് പ്രശ്നം. തെറ്റായ ബിസിനസ് തെരഞ്ഞെടുത്തു എന്ന് ചിലർക്ക് തോന്നും. തെറ്റായ നഗരത്തിലാണ് താമസിക്കുന്നതെന്ന് ചിലർക്ക് തോന്നും. വിധി തനിക്കെതിരാണെന്ന് ചിലർക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശത്രു ആരും തിരിച്ചറിയാത്ത ഒന്നാണ്: അവരുടെ ദിവസേനയുള്ള മാനസിക പാറ്റേൺ. ഈ പാറ്റേൺ ഒളിഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഏത് ദിശയിലേക്കാണ് ഒഴുകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടാകില്ല. മൊബൈൽ എടുക്കുന്ന പാറ്റേൺ, കാര്യങ്ങൾ നീട്ടിവെക്കുന്ന പാറ്റേൺ, നാളെ മുതൽ തുടങ്ങാം എന്ന് പറയുന്ന പാറ്റേൺ, ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും തളർന്നു പോകുന്ന പാറ്റേൺ. ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തീരുമാനിക്കുന്നത്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. പക്ഷേ ലോകത്തിൽ 95% ആളുകൾ ദരിദ്രരായിരിക്കുന്നത് അവർക്ക് പണം സമ്പാദിക്കാൻ വഴിയില്ലാത്തതുകൊണ്ടല്ല. അവരുടെ മനസ്സിന്റെ പാറ്റേൺ ദാരിദ്ര്യം നിലനിർത്താൻ വേണ്ടി പരിശീലിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇനി കേൾക്കൂ, പണം സമ്പാദിക്കുന്ന കളിയിൽ ഒരു നിയമമുണ്ട്. അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ചിന്തയുടെ അടിത്തറ ഇളകും. പണം കഠിനാധ്വാനം കൊണ്ടല്ല, അസമത്വം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് സമ്പാദിക്കുന്നത്. സമയത്തിന്റെ ഒരു അസമത്വമുണ്ട്. അവിടെ ഒരാൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, മറ്റൊരാൾ ഒരു തവണ ബുദ്ധി ഉപയോഗിച്ച് വർഷം മുഴുവൻ സമ്പാദിക്കുന്നു. അവസരത്തിന്റെ അസമത്വമുണ്ട്. അവിടെ ഒരാൾ 10% വർധനവിനായി ഓടുന്നു, മറ്റൊരാൾ 1000% വളർച്ചയുള്ള അവസരം തേടുന്നു. സ്വാധീനത്തിന്റെ അസമത്വമുണ്ട്. അവിടെ ഒരാൾ തന്റെ ശബ്ദം 5 പേരിലേക്ക് എത്തിക്കുന്നു, മറ്റൊരാൾ 50 ലക്ഷം പേരിലേക്ക് എത്തിക്കുന്നു. ഈ അസമത്വങ്ങളെ വായിക്കാൻ പഠിക്കുന്നവൻ ആളുകൾ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന അത്രയും പണം സമ്പാദിക്കുന്നു. ആളുകൾ തങ്ങളുടെ തോൽവി മറയ്ക്കാൻ അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കാത്തവർ ആ ഭാഗ്യവാൻ ആകാനുള്ള കഥയന്വേഷിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷവും പാഴാക്കുന്നു. യഥാർത്ഥ കളി ഇതാണ്. പണം 2 കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്: വേഗതയും ദിശയും. വേഗത നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു, ദിശ നിങ്ങൾക്ക് ഫലം നൽകുന്നു. സങ്കടകരമായ കാര്യം, ലോകത്തിൽ 90% ആളുകളും ജീവിതം മുഴുവൻ തെറ്റായ ദിശയിൽ ഓടുന്നു എന്നതാണ്. ബാക്കി 10% കുറഞ്ഞ വേഗതയിലും. അതുകൊണ്ടാണ് ഭൂരിഭാഗം പേരും ജീവിതം മുഴുവൻ ഓടിയിട്ടും അവിടെ തന്നെ നിൽക്കുന്നത്. ഇനി യഥാർത്ഥ കാര്യം കേൾക്കൂ. പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് മൂർച്ചയുള്ള ആയുധങ്ങൾ വേണം. നിങ്ങളുടെ മനസ്സിനെ സ്ഥിരമാക്കുന്ന, ഊർജ്ജത്തെ കേന്ദ്രീകരിക്കുന്ന, ധൈര്യത്തെ മൂർച്ച കൂട്ടുന്ന ആയുധങ്ങൾ. 1ാമത്തെ ആയുധം: ക്രൂരമായ സത്യസന്ധത. സ്വന്തം ഭയത്തെയും ബലഹീനതയെയും കള്ളത്തരങ്ങളെയും പിടികൂടാൻ പാകത്തിന് നിങ്ങളോട് തന്നെ സത്യസന്ധത കാണിക്കുക. സ്വന്തം മനസ്സിന്റെ കള്ളത്തരങ്ങൾ പിടിക്കാൻ കഴിയാത്തവൻ പണത്തെ എങ്ങനെ പിടിക്കും? 2ാമത്തെ ആയുധം: കൃത്യത. നിങ്ങൾ ഉന്നം വെക്കുന്നത് കണ്ട് ഇത്ര കൃത്യമായി എഴുതത് ആരാണെന്ന് പ്രപഞ്ചം പോലും ചിന്തിക്കണം. ഈ കൃത്യത ഓരോ ദിവസവും ചെറിയ ചെറിയ തീരുമാനങ്ങൾ ജയിക്കുന്നത് വഴി ഉണ്ടാകുന്നതാണ്, അല്ലാതെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതുകൊണ്ടല്ല. 3ാമത്തെ ആയുധം: അന്ധമായ അച്ചടക്കം. അച്ചടക്കം ഒരു നിയമമല്ല, മനസ്സിനിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ക്രൂരമായ മാനസിക യന്ത്രമാണത്. 4ാമത്തെ ആയുധം: വികാരങ്ങളിൽ നിന്നുള്ള അകലം. ശ്രദ്ധിക്കുക, വികാരം നിങ്ങൾക്ക് വഴി കാണിക്കില്ല, വികാരം നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകും. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് വഴിയുണ്ടാക്കാൻ കഴിയില്ല. പണം യുക്തി കൊണ്ടുണ്ടാകുന്നതാണ്, വികാരം കൊണ്ട് നഷ്ടപ്പെടുന്നതും. 5ാമത്തെ ആയുധം: റിസ്കിന്റെ നൃത്തം. റിസ്ക് എടുക്കാനുള്ള കല പഠിക്കുന്നവൻ യഥാർത്ഥ കളിക്കാരനാകുന്നു. കാരണം നഷ്ടം വന്നേക്കാമെന്ന് പേടിക്കുന്നവന്റേതല്ല ലോകം, മറിച്ച് നഷ്ടം തടയാനുള്ള തന്ത്രമുണ്ടാക്കുന്നവന്റേതാണ് ലോകം. പക്ഷെ ഇനിയും ഒരു ആഴമുണ്ട്. സമയം ഒരുപാടുണ്ട് എന്ന് കരുതുന്നതാണ് തന്റെ പ്രായത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി എന്നാളുകൾ കരുതുന്നു. കേൾക്കൂ, സമയം അധികമില്ല, സമയം വളരെ കുറവാണ്. ഒരു കൺപോള ചിമ്മുന്ന നേരത്തിനുള്ളിൽ കോടികൾ സമ്പാദിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടാം.
ഒരു തെറ്റായ സുഹൃത്ത്, ഒരു തെറ്റായ ശീലം, ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും തകർക്കാം. ഏത് ദിശയിൽ നടക്കണമെന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നാളത്തെ ദിവസവും ഇന്ന് പോലെ തന്നെയിരിക്കും. 10 വർഷത്തിനു ശേഷവും ഇതുതന്നെ തോന്നും, നാളെ മുതൽ തുടങ്ങാമെന്ന്. ഒന്നും മാറ്റാതിരിക്കുന്നതിന്റെ വില മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ വിലയേക്കാൾ ലക്ഷം ഇരട്ടി വലുതാണെന്ന് മനസ്സിലാക്കുമ്പോഴേ പണത്തിന്റെ വാതിൽ തുറക്കൂ. പേടി കാരണം കാലെടുത്തു വയ്ക്കാത്തവർ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അതേ ലോകത്ത് കുടുങ്ങിക്കിടക്കും. എന്നാൽ വേദന വകവയ്ക്കാത്തവർ ഇന്ന് ഞാൻ ലോകം മാറ്റും എന്ന് ചിന്തിക്കുന്ന ലോകത്ത് എത്തിച്ചേരും. സത്യമിതാണ്, തയ്യാറുള്ളവരുടെ അടുത്തേക്കാണ് പണം പോകുന്നത്. എന്തിനാണ് തയ്യാറെടുക്കുന്നത്? പുതിയ ആശയങ്ങൾക്ക്, പുതിയ തീരുമാനങ്ങൾക്ക്, പുതിയ പരാജയങ്ങൾക്ക്, പുതിയ റിസ്കുകൾക്ക്, പുതിയ പാഠങ്ങൾക്ക്, പുതിയ വിലാസത്തിന്. ഏറ്റവും അവസാനമായി പണം നിങ്ങളുടെ പിന്നാലെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ പുതിയൊരു രീതിയിൽ പ്രവർത്തിപ്പിക്കണം. ഏകാഗ്രതയും തന്ത്രവും ലക്ഷ്യവും നിറഞ്ഞ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കണം. സമ്പാദ്യത്തിന്റെ അസമത്വം ഒളിഞ്ഞിരിക്കുന്ന ദിശയിലേക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ തിരിക്കണം. ദാരിദ്ര്യത്തിന്റെ പാറ്റേണുകൾ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ കോണുകൾ തിരുത്തിയെഴുതണം. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോകം മാറുന്നത് നിങ്ങൾ കാണും. വരുമാനം മാറുന്നത് നിങ്ങൾ കാണും. അവസരങ്ങൾ ഇങ്ങോട്ട് വരും. ആളുകൾ നിങ്ങളെ പ്രത്യേകതയുള്ളവൻ എന്ന് വിളിക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രത്യേകതയുള്ളവനല്ല, മറിച്ച് നിങ്ങൾ തയ്യാറായിരുന്നു എന്ന്. ഇതാണ് അന്ധമായ പണം സമ്പാദിക്കാനുള്ള അവസാനത്തെ രഹസ്യം. ലക്ഷക്കണക്കിന് ആളുകൾ സ്വപ്നം കാണുന്ന, എന്നാൽ കുറച്ചുപേർ മാത്രം എത്തിച്ചേരുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന രഹസ്യം. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റിലെഴുതൂ, ഞാൻ ഉണർന്നു കഴിഞ്ഞു. ഈ അറിവ് നിങ്ങളുടെ കയ്യിൽ മാത്രം വെക്കരുത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യൂ. കാരണം ഉണർന്ന ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരാളെ ഉണർത്താൻ കഴിയൂ.